അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ താക്കീതുകളെക്കുറിച്ച്, ആ മുന്നറിയിപ്പുകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനാണ്. കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഞാനും നിങ്ങളും കണ്ണോടിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരുകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പ്രവാചകന്റെ പേരുകൾ പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് പേരിടുന്നവരാണല്ലോ. വിവാഹം കഴിഞ്ഞ് ഭാര്യയെങ്ങാണ് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ പടച്ചവനെ അവരുടെ മണിയറയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം മക്കൾക്കെന്ത് പേരിടണമെന്നാണ്. മക്കൾക്ക് ഏത് പേരാണിടേണ്ടത്? വാപ്പയുടെ പേരിന്റെ ആദ്യാക്ഷരവും ഉമ്മയുടെ പേരിന്റെ ആദ്യമക്ഷരവും, കുടുംബത്തിൽ ആർക്കുമില്ലാത്ത പേര്, നാട്ടിനാർക്കുമില്ലാത്ത പേര്. എന്റെ പ്രിയമുള്ളവരെ, പഴയ പേരുകളൊക്കെ മറന്നിട്ട് മക്കൾക്ക് പേരിടാൻ കിടന്ന് നെട്ടോട്ടമോടുന്ന മാതാപിതാക്കളോട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നിങ്ങൾക്ക് സമ്മാനമായി തന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് പേരിടുമ്പോൾ എന്ത് പേര് വേണമെങ്കിലും നിങ്ങളിട്ടോ. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ എവിടെയെങ്ങാനും അള്ളാഹുവിന്റെ 114 അധ്യായങ്ങളിൽ എവിടെയെങ്ങാനും ആ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കുന്നത് നല്ലതാണ്. പേരിടുന്നതിന് വല്ലാത്ത മഹത്വമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഖുർആൻ പറയുകയാണ്, ഇന്നാ അർസൽനാക ഷാഹിദാ. മുഹമ്മദ് സാഹിബ് എന്ന പേരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പേരാണ്. മുഹമ്മദ് സാഹിബ് എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് മുബസ്സിർ എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് ദാഇ എന്ന പേരുണ്ടല്ലോ, സിറാജ് എന്ന പേരുണ്ടല്ലോ, മുനീർ എന്ന പേരുണ്ടല്ലോ. ഇതെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പേരുകളാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നോടുള്ള മഹത്വത്തിന്റെ പേരില്, ഏതെങ്കിലും മാതാപിതാക്കള് എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില് തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ അവര് നാളെ എന്റെ കൂടെ സ്വർഗ്ഗത്തിലും ഒരുമിച്ചാടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹു നിനക്ക് തരുന്ന മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ നാളെ പ്രവാചകന്റെ കൂടെ ആ മാതാപിതാക്കൾ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് പറയുമ്പോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് ഏതെന്നറിയുമോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അള്ളാന്റെ റസൂല് പറയുന്ന ഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പുതിയ തലമുറകൾക്കൊന്നും ഈ പേര് കാണാറില്ല. പുതിയ തലമുറകൾ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് എന്റെ പ്രിയമുള്ളവരെ ഈ പേര് നമ്മൾ ഇടാറില്ല. എങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നല്ല. അള്ളാന്റെ റസൂല് പറയുന്ന പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹിം അബ്ദുറഹ്മാനുമാണ്. പടച്ചവന് ഏറ്റവും ഇഷ്ടമായ പേരെന്ന പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ പറയുന്നുണ്ട്. ആ പേരുകളിൽ ഒരു പേര് കാണാം, മുബസ്സിറൻ വനദീറാ. എല്ലാവരും എഴുന്നേറ്റ്, ആദ്യം ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എല്ലാം സ്ക്രീനിൽ നോക്കിയിരിക്കുക. എഴുന്നേറ്റ് 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.